നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിൽ കേരളത്തെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രാജ്യത്തെ പൊതുമേഖലാ വൈദ്യുതി വിതരണത്തിന് ഭീഷണിയാകുമെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തലെന്നും മന്ത്രി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പിൻ്റെ പവർഫുൾ കേരള സംസ്ഥാനതല സെമിനാർ. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയെ വിസ്മരിച്ചാൽ വികസനമില്ല. അനങ്ങനടിയിൽ നവീകരിച്ച സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം. ഒറ്റപ്പാലത്തെ നാട്ടുപച്ച കാർഷിക മഹോത്സവം. സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിലൂടെ 4.5 ലക്ഷത്തിലേറെ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായെന്ന് മന്ത്രി MP രാജേഷ്. 1.5 ലക്ഷത്തോളം ലൈഫ് ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി. പുതുശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്തൃ കുടുംബസംഗമവും. മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവനയെ തള്ളി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. എലപ്പുള്ളി പരമാധികാര റിപ്പബ്ലിക്കല്ലെന്ന മന്ത്രിയുടെ പരാമർശം അനുചിതം. സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത വിവേക്ദാസിന്റെ വീട്ടിൽ നിന്ന് നിരവധി RC ബുക്കുകളും മറ്റു സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. മറ്റൊരു പ്രതി പ്രഹ്ലേഷിന്റെ വീട് പൂട്ടിയിട്ട നിലയിൽ. ഒളിവിലായ ഇരുവരെയും കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. തൃശൂർ ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. PM ശ്രീ വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന പദ്ധതിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്തെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. നാണമുണ്ടെങ്കിൽ CPI ഇടതുമുന്നണി വിടണമെന്നും സംയുക്ത സമരത്തിന് AYF-നെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനീഷ്. വിഷയത്തിൽ SFI നിലപാടെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെന്നും OJ ജനീഷ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി KSU. തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ പൂട്ടിയിട്ടു. അനങ്ങനടി പഞ്ചായത്തിൽ UDF-ൽ പൊട്ടിത്തെറി. UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ലീഗ് അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP വനജയെ. വലിയ ഗൂഢാലോചന നടന്നെന്ന് CP വനജ. ഭാരതപ്പുഴയിലെ കോട്ടായി മുട്ടിക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള 6ാം ദിവസത്തെ തെരച്ചിലും വിഫലം. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനത്തിന് മുൻപ് പ്രധാന പന്തൽ തകർന്നു വീണു. സംഭവ സമയത്ത് വേദിയിലും പന്തലിനു താഴെയും ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തകർച്ചയ്ക്ക് കാരണം പന്തലിന് മുകളിലെ ഷീറ്റിൽ മഴവെള്ളം തളം കെട്ടിയതെന്ന് സംഘാടകർ. തൃശ്ശൂരിൽ കനത്ത മഴയിൽ ബണ്ട് തകർന്ന് വ്യാപക കൃഷിനാശം. പറപ്പൂർ പോണോർത്താഴ പടവിൽ 265 ഏക്കർ നെൽകൃഷി നശിച്ചു. നടാൻ കരുതി വച്ചിരുന്ന ഞാറും വെള്ളത്തിനടിയിൽ. ഷൊർണൂർ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് തുടക്കം. പരുത്തിപ്പുറയിൽ 3 നില കെട്ടിടത്തിൽ ഒരുക്കുക 18 വീടുകൾ. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിന് കേരളത്തെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ പവർഫുൾ കേരളയിലെ ആമുഖ സെക്ഷനിൽ കരട് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് KSEBയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തോറിയം അധിഷ്ഠിത വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ തരത്തിൽ ബില്ലിംഗ് സമ്പ്രദായം പരിഷ്കരിക്കും. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ പരിമിതികൾ, കാർബൺ ബഹിർഗമനം, കാലാവസ്ഥാ മാറ്റ ഭീഷണികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സൗഹൃദവും ദീർഘകാല സുരക്ഷിതവുമായ ഒരു വൈദ്യുതി മോഡലാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി
രാജ്യത്തെ പൊതുമേഖലാ വിതരണ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിസ്ഥിതിക്കനുസൃതമായ പ്രതിരോധ സംവിധാനങ്ങൾ വിതരണ മേഖലയിൽ നടപ്പിലാക്കും. ഡിജിറ്റൽ സബ്സ്റ്റേഷനുകൾ, സ്കാഡ, OMS സംയോജനം, AI അടിസ്ഥാനമാക്കിയുള്ള പ്രവചനാത്മക വിശകലനം എന്നിവ സ്മാർട്ട് ഗ്രിഡിന്റെ മുഖ്യ ഘടകങ്ങളായിരിക്കും. ഇവ സ്വയമുക്തമാക്കുന്നതിന് സാങ്കേതിക വിദഗ്ധന്മാരുടെ സമിതി രൂപീകരിക്കും. സൈബർ സുരക്ഷ ഉറപ്പാക്കും. ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ ഘട്ടം ഘട്ടമായി വലിയ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ നടപ്പിലാക്കും. വൈക്കിൾ ടു ഗ്രിഡ് പദ്ധതികൾ നടപ്പിലാക്കും. സെമിനാറിൽ ഊർജ്ജ വകുപ്പിന്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രധാന നേട്ടങ്ങൾ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറും സംസ്ഥാന കരട് വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് 2025 KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K. ഇന്ദിരയും അവതരിപ്പിച്ചു. ആമുഖ സെഷനിൽ MLA-മാരായ A. പ്രഭാകരൻ, KD പ്രസേനൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ K. രവിരാമൻ, KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മിൻഹാജ് ആലം, അനർട്ട് CEO ഹർഷിൽ R. മീണ, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ R. ഹരികുമാർ, KSEB സ്വതന്ത്ര ഡയറക്ടർ VR. മുരുകദാസ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ G. വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച അനങ്ങനടിയിലെ സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയെ വിസ്മരിച്ചുള്ള ഒരു വികസനമല്ലെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ലോകം കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയെ നേരിടുകയാണ്. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. കേരളം കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിലും ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തത വലിയ അനിവാര്യതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോഴേ കരുതി വെക്കുന്നവരില്ലേ? പെൺകുട്ടിയാണ്, ഒന്നും കളഞ്ഞു കുളിക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിച്ച് അയക്കേണ്ടതാണ്. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ ആകുന്നില്ല. നമുക്കൊരു വീട് വെക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എല്ലാം തയ്യാറെടുക്കുന്നതാണ്. അതൊരു ഓരോ വീട്ടിലെയും പ്ലാനിങ് ആണ്. നമ്മുടെ പ്ലാനിങ് ഉണ്ടാവണം. നമുക്ക് 2050 ആകുമ്പോഴേക്കും നമ്മൾ വലിയ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കും. എങ്ങനെ പരിഹരിക്കാം? സാധ്യമാവുന്നിടത്തെല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങണം. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും. അവിടെയാണ് കൃഷി വ്യാപിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത വരുന്നതല്ല. കൃഷി കൂടുന്നില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തും. പത്തംകുളത്തെ ഫാം ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം C. അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. KLDC പാലക്കാട് MD ഇൻചാർജ് PK ശാലിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹാൾ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി നിർവഹിച്ചു. പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ S. ആറുമുഖപ്രസാദ് ഫാം പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ, അനിത പോൾസൺ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ, ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP. ലതിക, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സീഡ് ഫാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കൃഷി ക്ലാസുകൾ, കാർഷിക പ്രദർശനം, വിപണനം, കുടുംബശ്രീ വിപണനമേള, ഗാനസന്ധ്യ, നാടകം, കുംഭംകളി, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ പാലക്കാട് ജില്ലാ ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് പന്തൽ തകർന്നു വീണു. പ്രധാന വേദിയായ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ പന്തലാണ് നിലംപൊത്തിയത്. സംഭവ സമയത്ത് വേദിയിലും പന്തലിനു താഴെയും വിദ്യാർത്ഥികളും അധ്യാപകരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പന്തലിന് മുകളിൽ മഴവെള്ളം തളം കെട്ടിയതാണ് തകർച്ചയ്ക്കു കാരണമായതെന്ന് സംഘാടകർ പറഞ്ഞു. പന്തൽ തകർന്നതോടെ സമാപന പരിപാടി പിന്നീട് സ്കൂളിന് മുന്നിലെ വേദിയിലേക്ക് മാറ്റുകയായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും കുടുംബസംഗമവും മന്ത്രി MP. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിലൂടെ 4.5 ലക്ഷത്തിലേറെ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായെന്നും 1.5 ലക്ഷത്തോളം ലൈഫ് ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.
പുതുശ്ശേരി പഞ്ചായത്തിൽ ലൈഫ് പട്ടികയിലുള്ള 1047 പേരിൽ 220 പേർക്ക് ഭവന നിർമ്മാണം പൂർത്തിയായി. അതിനായി 9.10 കോടി രൂപ ചെലവഴിച്ചു. ബാക്കി വരുന്ന അഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും ആദ്യ ഗഡു നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. പുതുശ്ശേരിയിൽ 1047 പേര് ലൈഫ് ലിസ്റ്റിലുണ്ട്. 220 വീട് പൂർത്തിയാക്കി. മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെച്ച് ആദ്യം അത് കൊടുത്തു. കൊടുക്കേണ്ടതുണ്ട് എഗ്രിമെന്റ്. അപ്പൊ മുഴുവൻ ആൾക്കാർക്കും, ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കിട്ടും എന്ന കാര്യം പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പാക്കി. എ. പ്രഭാകരൻ MLA മുഖ്യാതിഥിയായിരുന്നു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത അധ്യക്ഷത വഹിച്ചു. EK നായനാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മിനി, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പുതുശ്ശേരി പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആനങ്ങാടി പഞ്ചായത്തിൽ UDFിൽ പൊട്ടിത്തെറി. UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ലീഗ് അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. ആനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ CP വാനജ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. കഴിഞ്ഞ 11 വർഷമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി അനങ്ങനടി പഞ്ചായത്ത് അംഗമാണ് CP വനജ. ലീഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ CP വനജയെ UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. ഇതോടെ പഞ്ചായത്തിൽ UDFിലെ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് CP വനജ. തന്നെ പുറത്താക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തിൽ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് അവിശ്വാസത്തിന് പിന്നിലെന്ന് CP വനജ ആരോപിച്ചു. പിന്നെ ഇപ്പൊ ഈ അവിശ്വാസ പ്രമേയം പറഞ്ഞ അത് ഞങ്ങളെ പാർട്ടിയുടെ അകത്തൊക്കെ എന്തെങ്കിലും അവര് ഗൂഢാലോചന പ്രകാരമാകും. അല്ലാതെ എനിക്ക് അറിഞ്ഞിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ പറ്റി പറയണെന്താ വെച്ചാ പാർട്ടി പരിപാടിക്ക് പോയിന്നാ പറഞ്ഞു. പാർട്ടി പരിപാടിക്ക് പോയി പറഞ്ഞാൽ പാർട്ടിയുടെ പരിപാടിക്കല്ല പോയി, ഒരു പൊതുപരിപാടി. അവര് പറയുന്നത് ഞാൻ പാർട്ടിയുടെ ചിഹ്നത്തിൽ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ കൊടി പിടിച്ചു എന്നൊക്കെ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എനിക്ക് സ്റ്റേജിൽ കയറിയിരിക്കാൻ ഒരു അവസരമോ അല്ലെങ്കിൽ CP വനജ ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന്റെ സെക്ഷൻ്റെ എവിടെയും ഞാൻ പോയിട്ടില്ല. ഞാൻ എല്ലാവരും നമ്മൾ പോയിരിക്കണം. അതേപോലെ വേദിയിൽ പോയിരുന്നു, കണ്ടു. ഞാൻ നാടൻ കലാപരിപാടികൾ കണ്ടുപോകും. പിന്നെ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് പറഞ്ഞു. ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോ 3 ആളിങ്ങനെ കൂടിയിരിക്കണ്ട. അതിലിപ്പോ ഒരാൾ കൊണ്ട് ഫോട്ടോ എടുത്ത് പറയാണ് ഞാൻ BJP ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സംസ്കാരം ഇല്ലായ്മ. അത് എനിക്കത് ബാധകമല്ല. കൃത്യമായ കാരണം പോലും വനജയെ ബോധിപ്പിച്ചിട്ടില്ലെന്നും നേതൃത്വം ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആരോപണമുണ്ട്. രാവിലെ 11 മണിയോടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ആകെ 3 പേരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. 3 പേരിൽ 2 പേർ മുസ്ലിം ലീഗ് പ്രതിനിധികളും ഒരാൾ കോൺഗ്രസ് പ്രതിനിധിയുമാണ്. UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ചെയർപേഴ്സണെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ വിവാദ വിഷയമായേക്കും. അതേസമയം അനങ്ങനടിയിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ പൊട്ടിത്തെറിയെന്ന വാർത്തകൾ UDF നേതൃത്വം നിഷേധിച്ചു. അനങ്ങനടിയിൽ UDFിൽ പൊട്ടിത്തെറി എന്നുള്ള രീതിയിൽ ചില ചാനലുകളിൽ വാർത്ത കാണാനിടയായി. അനങ്ങനടിയിൽ UDFിൽ ഒരു പൊട്ടിത്തെറിയില്ല. അനങ്ങനടിയിൽ UDFിൽ കോൺഗ്രസും മുസ്ലിമും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ 2ാം ടൈമിൻ്റെ ആദ്യ പകുതി പിന്നിട്ട സമയത്തോടു കൂടി അവർ UDFിൻ്റെ മറ്റ് മെമ്പർമാരുമായി അകലുകയും അവരോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും എതിർപക്ഷത്തെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളായി കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത അവരിൽ കാണാനിടയായി. സാങ്കേതികമായി പാർട്ടിയോട് സഹകരിക്കുകയും പ്രാക്ടിക്കലായിട്ട് പ്രയോഗത്തിൽ അത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് കണ്ടുവന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി വരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രി MB രാജേഷിന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. എലപ്പുള്ളി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശത്തിന് തെല്ലും വില കൽപ്പിക്കുന്നില്ലെന്നും രേവതി ബാബു പറഞ്ഞു. ഒയാസിസ് മദ്യ കമ്പനി കുഴപ്പക്കാരല്ലെങ്കിൽ മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥാപിക്കണമെന്ന് രേവതി ബാബു പറഞ്ഞു. എലപ്പുള്ളി പഞ്ചായത്ത് പരമാധികാര റീപബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശം നിർഭാഗ്യകരമാണ്. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി വരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് എക്സൈസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും പോരാട്ട ജനകീയ സമിതി ചീഫ് കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യനും വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു.
എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തനത്തെ എന്തു വില കൊടുത്തും ജനങ്ങൾ ചെറുക്കും. ഇക്കാര്യത്തിൽ എലപ്പുള്ളിയിലെ ഭൂരിപക്ഷം ജനങ്ങളും കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയ സാമുദായിക ചിന്തകൾക്ക് അതീതമായ വികാരമാണിത്. കേരളത്തെ മദ്യാലയവും എലപ്പുള്ളിയെ മരുഭൂമിയുമാക്കുന്ന സർക്കാരിൻ്റെ വികലമായ നയത്തെ കേരള ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും രേവതി ബാബു പറഞ്ഞു. കൂട്ടത്തിൽ മന്ത്രി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയില്ല, ഇവരെ പിന്നെ എന്തിനാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് എന്ന്. 179 ആള് ഒപ്പിട്ടിട്ടുള്ള ഗ്രാമസഭ മിനിറ്റ്സ് അവിടെയുണ്ട്. ഏകപക്ഷീയമായിട്ട് അവിടുത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവിടെ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിന്റെ പേരിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ നാട്ടുകാരും എല്ലാ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. ഏകപക്ഷീയമായിട്ട് ആ പ്രമേയം അംഗീകരിച്ചു, കൈയടിച്ച് പാസാക്കി. അപ്പൊ ഇതിനെയൊക്കെ മന്ത്രി എന്തിനാണ് വിമർശിക്കുന്നത്? കർഷകരിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ മുഴുവൻ കർഷകരുടെയും നെല്ല് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഷെയർ വാങ്ങി കോടിക്കണക്കിന് രൂപയും ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ ഗ്രാന്റും ഉപയോഗിച്ച് തുടങ്ങിയ സഹകരണ സ്ഥാപനം പാഡിക്കോ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ 24 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് നഷ്ടത്തിലാണ് പൂട്ടിക്കിടക്കുകയാണ്. ഇന്ന് അരി ഉൽപാദനത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ കമ്പനി പൂട്ടിയിടുകയും 600 കോടി രൂപ മുതൽ മുടക്കി കരിമ്പട്ടികയിൽ പെട്ടിട്ടുള്ള ഒരു കമ്പനിയെ എലപ്പുള്ളിയിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മന്ത്രി MP രാജേഷിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ വിവേകമില്ലായ്മയെയും അപക്വതയെയും ധാർഷ്ട്യത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും രാജേഷ് രാജാവല്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. ജനാധിപത്യ രാജ്യത്ത് ജനവികാരത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും അട്ടിമറിച്ച് മുന്നോട്ടു പോകാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ലെന്നും രേവതി ബാബുവും ജോർജ് സെബാസ്റ്റ്യനും ചൂണ്ടിക്കാട്ടി. മന്ത്രി നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവേകമില്ലായ്മയോ പക്വതയില്ലായ്മയോ എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് തലയിൽ ചെയ്യുന്നത് തൊപ്പി അദ്ദേഹം വെച്ചു എന്നപ്പോൾ ഞാൻ പറയാം. ഞങ്ങൾ ഈ വിഷയത്തെ വളരെ പക്വതയോടെയാണ്. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല അതിൻ്റെ പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും ഈ സമിതി എലപ്പുള്ള ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നാണ് ഈ സമിതിയുടെ പേരിൽ എലപ്പുള്ളിയിലെ മുഴുവൻ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പേരിൽ. വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ S. സുനിൽകുമാർ, സന്തോഷ് പള്ളത്തേരി, V. ശിവൻ, D. രമേശൻ, P. തങ്കച്ചൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PM ശ്രീ വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന പദ്ധതിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. ഇതിൽ ഒപ്പുവെച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സംയുക്ത സമരത്തിന് AF-നെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനീഷ് തൃശ്ശൂരിൽ പറഞ്ഞു. NEP എന്നത് നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസിയാണ്. സംഘപരിവാറിന് കേരളത്തെ തീറെഴുതി കൊടുക്കാനാണ് ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത്. RSS നിയന്ത്രിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും OJ ജനീഷ് കുറ്റപ്പെടുത്തി. SFI ഇന്നലെ ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം SFIയോ DYFIയോ പരസ്യമായൊരു പ്രതികരണം നടത്തുന്നതായി കണ്ടില്ല. അവരുടെ പ്രതികരണം എന്തെന്നറിയാൻ താല്പര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് ഉറച്ചു ചെയ്യുന്നെങ്കിൽ ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ SFIയെയും DYFIയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതല്ല, പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വാഴ്ത്തുപാട്ടുകൾ പാടുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ SFI നേതാക്കന്മാർ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറം തടവി നോക്കുന്നത് നല്ലതാണ്. നട്ടൽ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞങ്ങൾ പരസ്യമായി പൊതുജന സമക്ഷമാണ് സംസാരിക്കുന്നത്. നിലപാട് അവരുടെ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടാണെങ്കിൽ അവർ ഇനി ഒരു നിമിഷം പോലും അവിടെ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അവർ മുന്നണി വിട്ട് പഴയ മുന്നണിയിലേക്ക് തിരിച്ചു വന്നാൽ അവരെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും സ്വീകരിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഒരേ ഒരു രാഷ്ട്രീയമാണെന്ന് കേരളത്തിൽ അവശേഷിക്കുന്നത്. അതിന്ന് ഒരു വശത്ത് RSSും CPM നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം, മറുവശത്ത് കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന RSS വിരുദ്ധ രാഷ്ട്രീയം. ഏതിൽ നിൽക്കണമെന്നുള്ളത് CPI തീരുമാനിക്കും. നാണമുണ്ടെങ്കിൽ CPI ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വരണം. സംയുക്ത സമരത്തിന് AIYF-നെ സ്വാഗതം ചെയ്യുന്നു. വിഷയത്തിൽ SFIയുടെ നിലപാട് എന്തെന്നറിയാൻ താൽപ്പര്യമുണ്ടെന്നും സർക്കാരിനെതിരെ സമരം ചെയ്യാൻ SFIയെ വെല്ലുവിളിക്കുകയാണെന്നും ജനീഷ് പറഞ്ഞു. RSS നിലപാടുള്ള മുന്നണിയിൽ തുടരണമോ എന്ന് CPI ഗൗരവത്തോടെ ചിന്തിക്കണമെന്നും OJ ജനീഷ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.
PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിനെതിരെ KSU പ്രതിഷേധം. തൃശൂരിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ KSU പ്രവർത്തകർ ഉപരോധിച്ചു. ഓഫീസ് മുറി പുറത്തുനിന്നും പൂട്ടിയായിരുന്നു പ്രതിഷേധം. വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അകത്തുപെട്ടു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കണ്ടാണശ്ശേരി സ്വദേശി വിവേക് ദാസിൻ്റെ വീട്ടിൽ നിന്ന് മറ്റു വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. പ്രഹ്ലേഷിൻ്റെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. മുസ്തഫയുടെ മരണത്തിന് പിന്നാലെ അമിത പലിശ വാങ്ങിയ നെന്മിണി സ്വദേശി പ്രഹ്ലേഷും വിവേക് ദാസും ഒളിവിലാണ്. വിവേക് ദാസിൻ്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റു വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രഹ്ലേഷിൻ്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിനെത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഇരുവരെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ പലിശക്കാരുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി പലിശക്കാരുടെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീടുകളിലെ പരിശോധനയുൾപ്പെടെയുള്ള നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരുത്തിപ്പുറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 3 നിലകളിലായി 18 വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സർക്കാർ നടപ്പാക്കുന്ന ഭവന പദ്ധതിയിലേക്ക് മനസ്സോടി തിരിമണ്ണ് എന്ന സന്ദേശത്തിന് മഹത്തായ മാതൃക കാണിച്ച പരുത്തിപ്പുറ സ്വദേശികളായ ചേത്തലമനയിൽ ഡോക്ടർ CM നീലകണ്ഠനും ഭാര്യ KP ശ്രീദേവിയും സൗജന്യമായി നൽകിയ 25 സെന്റ് സ്ഥലത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. 3 നിലകളായി 18 വീടുകളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായിരിക്കുക. 50 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. നഗരസഭയിലെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായി ലൈഫ് മിഷൻ്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്ക് പരുത്തിപ്പുറ UP സ്കൂളിന് സമീപമായാണ് ഇവർ 25 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. 3 നിലകളായി 18 വീടെങ്കിലും നിർമ്മിക്കണം. പരുത്തിപ്പുറ വാർഡിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുക എന്നീ നിബന്ധനകളോടെയാണ് ഇരുവരും സ്ഥലം കൈമാറിയത്. ഇക്കഴിഞ്ഞ 12-നായിരുന്നു സമുച്ചയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചത്. 6 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നാട്ടുപച്ചയുടെ ഭാഗമായി കാർഷിക മഹോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപം സംഘടിപ്പിച്ച കാർഷിക മഹോത്സവം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് കാർഷിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. കാർഷിക മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഇപ്പോൾ അവിടെ 3-ൽ കൂടുതൽ ആൾക്കാർ 1 കോടി രൂപയിൽ കൂടുതൽ ഒരു വർഷം കച്ചവടം മെച്ചപ്പെട്ട തരത്തിലേക്ക്, അങ്ങേയറ്റം ലാഭകരമായ തരത്തിലേക്ക് അവർക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത്, പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഒറ്റപ്പാലത്തെ കർഷകർ എന്തുകൊണ്ട് എലവഞ്ചേരിയുടെ മാതൃകയെ നമുക്കിവിടെ ഇങ്ങോട്ടേക്ക് പകർത്താൻ പറ്റുന്നില്ല? എലവഞ്ചേരിയിൽ നിരവധി കർഷകർ ഇപ്പോൾ ഒരു വർഷം 1 കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നവരാണ്. അത് VFPCക്ക് ആ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി സ്വാഗതം പറഞ്ഞു. MLA-മാരായ P. മമ്മിക്കുട്ടി, N. ഷംസുദ്ദീൻ, ജില്ലാ കളക്ടർ MS. മാധവിക്കുട്ടി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രതിനിധി K. രത്നമ്മ, പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ S. ആറുമുഖ പ്രസാദ്, രവികുമാർ മീണ IFS, ഡോക്ടർ PG രാജേഷ്, ഷിജു ചന്ദ്രൻ R, കവിത റാം, N. ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് യുവ കർഷക സംഗമവും ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാർഷിക മേഖലയും സഹകരണ പ്രസ്ഥാനവും, കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് പദ്ധതികളും സേവനങ്ങളും എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ, കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം, ഭക്ഷ്യമേള, മികച്ച കർഷകരെ ആദരിക്കൽ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും കാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശ്ശൂർ കനത്ത മഴയിൽ ബണ്ട് തകർന്ന വ്യാപക കൃഷിനാശം. കഴിഞ്ഞ രാത്രി പെയ്ത മഴയിലായിരുന്നു കൃഷിനാശമുണ്ടായത്. ശക്തമായ മഴയിൽ പറപ്പൂർ പോന്നോർത്താഴം പടവിലെ ബണ്ട് തകർന്നാണ് 265 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചത്. വെള്ളം കരിവാലിച്ചണ്ടി മൂലം ഒഴുകിപ്പോകാത്തതാണ് ബണ്ട് തകരാൻ കാരണമായത്. 20 ദിവസത്തോളം പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിനടിയിലായത്.
കർഷകർ നടാൻ കരുതി വെച്ചിരുന്ന ഞാറും വെള്ളം പൊങ്ങിയതോടെ നശിച്ചുപോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഷ്ട്രപതിയെ അവഹേളിച്ച ആലത്തൂർ ഡിവൈഎസ്പിക്കെതിരെ BJP. സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിലൂടെ ഇന്ത്യയുടെ സർവ്വസൈനാധിപതിയെ അവഹേളിച്ച ഡിവൈഎസ്പി മാപ്പ് അർഹിക്കുന്നില്ലെന്ന് BJP ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. ഡിവൈഎസ്പിയുടെ നടപടിക്കെതിരെ ഷൊർണൂരിൽ BJP പ്രതിഷേധ മാർച്ച് നടത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. പോലീസിലെ CPM ഫ്രാക്ഷന്റെ നേതാവാണ് ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാർ എന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ യോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഡിവൈഎസ്പിക്കെതിരെ അച്ചടക്ക ലംഘനത്തിൽ നടപടിയെടുക്കണം. അത് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി പോകുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അശോക സ്തംഭം നെറുകൽ ചൂടിക്കൊണ്ട് ഈ നാട്ടിലെ ജാതി മത വ്യത്യാസമില്ലാതെ വർണ്ണലിംഗ വ്യത്യാസമില്ലാതെ ഈ നാടിന്റെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കേണ്ട, അത് കൈവെള്ളയിൽ വെച്ചു നടക്കേണ്ട ഒരു ഡിവൈഎസ്പി അദ്ദേഹം ഒരു പാർട്ടിക്കാരനായി മാറി എന്നത് അത് നമുക്ക് ഒരു കാരണവശാലും പൊറുക്കാനുള്ളതല്ല. ജില്ലാ സെക്രട്ടറി K പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി A ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് നമ്പ്യാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KT രവിദാസ്, സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, K നാരായണൻ, കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമപാലകൻ പാലിക്കേണ്ട ചട്ടങ്ങളെല്ലാം ലംഘിച്ച ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ ചേന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു കവർച്ച. ക്ഷേത്രത്തിലെ നടപ്പുരയിലെ ഭണ്ഡാരവും ക്ഷേത്രസമിതി ഓഫീസും കുത്തിത്തുറന്നിട്ട നിലയിലാണ്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത്. നാണയങ്ങളും വെള്ളി വഴിപാടുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമിതി ഓഫീസ് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപ കവർന്നിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകം ജീവനക്കാരൻ ഹെൽമറ്റും കോട്ടും ധരിച്ച ഒരാളെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. സെപ്റ്റംബർ 3-നാണ് ഭണ്ഡാരം ക്ഷേത്രം അധികൃതർ ഒടുവിൽ തുറന്നത്. ഏകദേശം 50,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിലെ CCTV ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ 41ാമത് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ സംഘടനയോടുള്ളൊരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഈ സംഘടനയിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ വളർച്ചയും നമ്മുടെ മെമ്പർമാരുടെ വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞവരെല്ലാവരും ഒരു സഹകരണം ഉണ്ടാകണം. അപ്പോൾ ആ ഒരു സഹകരണക്കുറവ് നമുക്കിവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പൊതുയോഗം വിളിച്ചാൽ എല്ലാവരും എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാനും നമ്മളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഇവിടെ രേഖപ്പെടുത്താനുള്ള ഒരു ദിവസമാണ്. വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് PV മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ അവാർഡുകൾ നേടിയവരെയും വടക്കാഞ്ചേരി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളായ ജോർജ്, ശ്രീധരൻ, ഐസക്, ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ചേർന്ന് മെമ്മന്റോ നൽകി ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ ബൈലോ അവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ചാർജറും ജില്ലാ PRO അജയൻ ചേലക്കര തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തി. പ്രസിഡന്റായി മണി ചെറുതുരുത്തി, ജനറൽ സെക്രട്ടറിയായി PV മുരളി, ട്രഷററായി സുജിത്തിനെയും തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഷാജി ലൈൻസ്മാൻ, PV പ്രസാദ് എന്നിവരെയും മറ്റ് സഹഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി മിഥുൻ സ്വാഗതവും സ്വാതന്ത്ര്യം മേഖലാ കോർഡിനേറ്റർ ബബീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടയം ഭാരതപ്പുഴ മുട്ടിക്കടവ് തടയണയിൽ അകപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട യുവാവിനായുള്ള 6ാം ദിവസത്തെ തെരച്ചിലും വിഫലം. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ADM ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ
അവസാനിപ്പിച്ചത്. മാത്തൂർ തണ്ണിക്കോട് സ്വദേശി സുഗ്നേശൻ എന്ന 18-കാരനാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. പുഴയിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് തെരച്ചിൽ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. 60 കിലോമീറ്റർ വേഗത, നിയന്ത്രിക്കാൻ ആക്സിലേറ്റർ, 1 മണിക്കൂർ ബാറ്ററി ചാർജിൽ 30 കിലോമീറ്റർ ബാക്കപ്പ് സംവിധാനം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ബൈക്കിനെ കുറിച്ചാണ് വിശദീകരണമെന്ന് തോന്നുന്നുവെങ്കിലും പറയുന്നത് സൈക്കിളിനെ കുറിച്ചാണ്. പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ ശാസ്ത്രമേളയിൽ ചിറ്റഞ്ചേരി MNKM HSSലെ PB അദ്വൈത് കൃഷ്ണ നിർമ്മിച്ച 1.5 സൈക്കിൾ. വേഗതയിൽ പോകുന്ന സൈക്കിളിന് കൂടുതൽ വില നൽകണം. എന്നാൽ കൂടുതൽ പണം ചെലവഴിക്കാതെ എങ്ങനെ വേഗത കൂടിയ സൈക്കിൾ ഉണ്ടാക്കാമെന്ന ആശയമാണ് ലോ കോസ്റ്റ് ബൈക്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ആക്രിക്കടയിൽ ചെന്ന് 1600 രൂപ നൽകി വാങ്ങിയ പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ BLDC മോട്ടറാണ് പിൻചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സീറ്റിന് താഴെ 42 വാട്ട്സിൻ്റെ ബാറ്ററിയും വേഗത കൂട്ടാനും കുറയ്ക്കാനും ആക്സിലേറ്ററും മുന്നിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ സൈക്കിളാണെങ്കിലും പെഡലിൽ കാൽ വെച്ച് ആക്സിലേറ്റർ കൊടുത്താൽ ബൈക്കിൻ്റെ വേഗത്തിൽ ഇത് മുന്നോട്ട് പായും. കടയിലേക്കും കൂട്ടുകാരെ കാണാനുമൊക്കെ അദ്വൈത് പോകുന്നത് ഈ സൈക്കിളിലാണ്. എവിടെ നിന്നും വാങ്ങിയതല്ല, ഈ മിടുക്കൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. ബൈക്ക് എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന സൈക്കിൾ നാട്ടുകാർക്കും ഒരു അത്ഭുതമാണ്. 1.5 വർഷമായി സ്കൂളിലേക്ക് വരെ അദ്വൈതിൻ്റെ യാത്ര ഈ സൈക്കിളിലാണ്. ശാസ്ത്രോത്സവത്തിൽ ബൈക്കിനെ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചാണ് മത്സരത്തിനെത്തിച്ചത്. സാധാരണ ഇത്തരമൊരു സൈക്കിളിന് 45,000 രൂപ വരെ വരും. തൻ്റെ സൈക്കിൾ 2,000 രൂപ കൊണ്ട് ഒരുക്കാമെന്നാണ് അദ്വൈത് പറയുന്നത്. ഹയർ സെക്കൻഡറി ഇന്നോവേറ്റിംഗ് വർക്കിംഗ് മോഡലിൽ അവതരിപ്പിച്ച ഈ ബൈക്ക് ഏറെ ശ്രദ്ധയാകർഷിച്ചു. നിലവിലുള്ള സൈക്കിളുകളൊക്കെ ഒരു ബഡ്ജറ്റ് കുറച്ച് കുറച്ചും കൂടി നമുക്കൊരു 70,000 ഒരു 1,500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ADC മോട്ടറാണ് യൂസ് ചെയ്തിട്ടുകൊണ്ട് ഒരുപാട് എനർജി ലോസ് ആവാണ്ട് അത് ബാറ്ററിയുടെ മുഴുവൻ കപ്പാസിറ്റി അതായത് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് സൈക്കിളാണത്. പിന്നെ നമുക്ക് 60 തൊട്ട് 75 കിലോമീറ്റർ സ്പീഡിൽ കയറാം. ഇത് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചും ഹൈവേക്ക് കൂട്ടാം. 600 വാട്ട് വരെ പവർ വരുന്നുണ്ട്. നമുക്ക് അതും കൂട്ടാൻ കുറച്ചും ചെയ്യാം. ബാറ്ററി കപ്പാസിറ്റിയിൽ ഒരു ഫുൾ ചാർജിൽ ബാറ്ററി ഏകദേശം 30 കിലോമീറ്റർ വരും. അതും ബാറ്ററി വേറെ സ്റ്റോറേജ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ബാറ്ററി ആകെ 5 ഐസിൻ്റെ 5 ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കളിമണ്ണിൽ ജീവൻ തുളുമ്പുന്ന ശില്പം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ 10ാം ക്ലാസ്സുകാരന് മിന്നുന്ന വിജയം. ശാസ്ത്രോത്സവത്തിനെത്തുന്ന ആരുടെയും മനം കവരുന്നതാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി VM നിതിൽ ഒരുക്കിയ കളിമൺ ശില്പം. പച്ചക്കറി വിൽപ്പനയ്ക്കിരിക്കുന്ന കർഷകനെയാണ് മനോഹരമായി കളിമണ്ണിൽ ഒരുക്കിയത്. ചെറുപ്പം മുതൽ വിവിധ രൂപങ്ങൾ കളിമണ്ണിൽ ഉണ്ടാക്കുമെങ്കിലും സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 3ാം സ്ഥാനവും നിധിൻ നേടിയിരുന്നു. 3 മണിക്കൂർ നീണ്ട മത്സരത്തിൽ 25ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ക്ലേ മോഡൽ HS വിഭാഗത്തിലായിരുന്നു മത്സരം. പച്ചക്കറി വിൽപ്പനക്കാരനാണ് ഒരു വിൽപ്പനക്കാരനും പച്ചക്കറികളാണ് പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാ മത്സരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. അതിരപ്പള്ളിയിൽ വനപാലകർ വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന് പരാതി. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വെറ്റിലപ്പാറ സ്വദേശി മാളിയേക്കൽ ഡേവിസിനെയാണ് ഇന്നലെ രാത്രി 9:30 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തി വീട്ടിൽ കയറി മർദ്ദിച്ചതായി പറയുന്നത്. കഴിഞ്ഞ ദിവസം വീടിനടുത്ത് ആന എത്തിയതിനെ തുടർന്ന് വനപാലകരെ വിളിച്ച് എത്തിയില്ലെന്നും ഇതേ തുടർന്ന് വാക്കേറ്റമുണ്ടായിരുന്നതായും പറയുന്നു. തുടർന്ന് ഇന്നലെ രാത്രി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മർദ്ദിക്കുകയും തടയാൻ വന്ന ഭാര്യയെ അസഭ്യം പറയുകയും ചെയ്തെന്ന് കുടുംബം ആരോപിച്ചു. വാർഡ് മെമ്പർ സനീഷ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി അംഗങ്ങളായ അനീഷ് ചെന്താമര, AD ഷൈജു, PM പുഷ്പാങ്കദൻ, നെടുങ്ങാട്ട് സെബാസ്റ്റ്യൻ, ബിജു പറമ്പി, CJ ജോജി, ദിലിക് ദിവാകരൻ, KM സെബാസ്റ്റ്യൻ, KM ജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന തൃശൂർ സഹോദയ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ CBSE സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സംവാദം നടന്നു. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നന്മയും തിന്മയും കുറവിനെയും പറ്റിയുള്ള ചർച്ചയാണ് സംവാദത്തിൽ വിഷയമാക്കിയത്. ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന ഒന്നിന് നിയമസഭയ്ക്കകത്ത് വെച്ച് അതിദാരിദ്ര്യമില്ലാത്തൊരു കേരളം എന്ന് രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. അങ്ങനെ പല രംഗത്തും നമ്മളെ അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിക്കുന്ന ചർച്ചയുടെ ഭാഗമായി 2 വിഷയം. വിദേശ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി അതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ വേണ്ടി എന്താണ് അതിൻ്റെ ഡേറ്റാസ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ മന്ത്രി പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ആറ്റൂർ അറഫ ചാരിറ്റബിൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. അറഫ ജനറൽ സെക്രട്ടറി KS ഹംസം മുഖ്യപ്രഭാഷണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു, സഹോദയ ജനറൽ സെക്രട്ടറി ഷബീം ബാവ, ട്രഷറർ ബാബു കോഴിക്കര, സ്കൂൾ പ്രധാനാധ്യാപിക രമ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, PV മുരളി, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും സഹോദയ വൈസ് പ്രസിഡന്റ് PH സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വേദികളിൽ വിവിധ കലാപരിപാടികളും നടന്നു. പത്മത്തിന്റെ ആകൃതിയും നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സേനാവ്യൂഹം ചുറ്റുമുറിയുന്ന. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് LPS അംഗനവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇത്രയും നല്ല ഒരു ബിൽഡിംഗ് നമ്മൾ ഇത്രയും വർഷം മുമ്പ് പണിതു. അതും പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് പണിതു. ഇപ്പോൾ 7 വർഷത്തിന് മേലെ ആയി. ഇത്രയും വർഷം നല്ല ഭംഗിയായിട്ട് പണിതു. പക്ഷെ കുട്ടികൾ ഇപ്പം റെന്റഡ് ആയിട്ടുള്ള മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കഴിയുന്നത്. പല കാരണങ്ങളാൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ചും ICDSന്റെ മേഖലയിൽ നമ്മൾ അംഗൻവാടിന്റെ ബിൽഡിങ്സ് പല സ്ഥലത്തും ജില്ലയിൽ പൊതുവെ കൂടുതലായിട്ടുള്ള അംഗൻവാടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജില്ലയാണ് പഞ്ചായത്തുകളും എല്ലാവരും. അതുകൊണ്ട് തന്നെ മിക്ക അംഗൻവാടികൾക്കും സ്വന്തമായിട്ടുള്ള ബിൽഡിംഗും ലാൻഡും ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ അജിത രവികുമാർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ്, പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ ഹെൽപ്പർ ശ്രീമതിയെ കലക്ടർ പൊന്നാട നൽകി ആദരിച്ചു. ICDS സൂപ്പർവൈസർ ദിവ്യ ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ സിദ്ധ ഡിസ്പെൻസറി ആൻഡ് വർമ്മ തെറാപ്പി യൂണിറ്റ് ഒക്ടോബർ 25-ന് ശനിയാഴ്ച രാവിലെ 11:30-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നിവയ്ക്ക് പുറമെയാണ് പഞ്ചായത്തിൽ സിദ്ധ ഡിസ്പെൻസറി കൂടി ആരംഭിക്കുന്നത്. യൂണിറ്റ് വരുന്നതോടുകൂടി ഓങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ഇത് വലിയ നേട്ടമാകും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തായി വാടക കെട്ടിടത്തിലാണ് പ്രാരംഭത്തിൽ സിദ്ധ ഡിസ്പെൻസറി ആൻഡ് വർമ്മ തെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുക. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഒക്ടോബർ 25-ന് രാവിലെ 11:30-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കും. നിലവിൽ പഞ്ചായത്തിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ ആശുപത്രികളുണ്ട്. ഇതിനു പുറമെയാണ് സിദ്ധ ആശുപത്രി കൂടി വരുന്നത്. ഇത് വരുന്നതോടുകൂടി ജില്ലയിൽ രണ്ടാമത്തെ 4 ആശുപത്രികളുള്ള പഞ്ചായത്തെന്ന ബഹുമതി കൂടി അർഹമാകുകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെന്ന് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ആരോഗ്യരംഗത്ത് ഓങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഇത് വലിയ നേട്ടമാകുമെന്നും TP രജീഷ് പറഞ്ഞു. നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ആശുപത്രികളെല്ലാം ഉണ്ട്. സിദ്ധ ആശുപത്രി കൂടി വരുന്നതോടുകൂടി ജില്ലയിൽ രണ്ടാമത്തെ 4 ആശുപത്രികളുള്ള പഞ്ചായത്ത് എന്ന ബഹുമതിക്ക് കൂടി അർഹമാകുകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. സിദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന് ഒരുപാട് വർഷത്തെ, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ്
അത് നമ്മുടെ നാടിയും വർമ്മവുമെല്ലാം പിടിച്ച് അതിന് ഉതകുന്ന രൂപത്തിലുള്ള തികച്ചും പാരമ്പര്യമായ രീതിയിലുള്ള ഒരു ചികിത്സയാണ് സിദ്ധ ചികിത്സ എന്ന് നമുക്കറിയാം. ഏതായാലും ഈ ഒരു ആശുപത്രി കൂടി വരുന്നതോടുകൂടി ഓമല്ലൂരിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ഒരു വലിയ നേട്ടം ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല. നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലാണ് സിദ്ധ ആശുപത്രി. പരിശോധനാ സ്ഥലം, തെറാപ്പി റൂം, ഫാർമസി തുടങ്ങിയവയോടുകൂടിയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും OP പ്രവർത്തനം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഇനി മാറ്റൊലി കാണാം. CPIയുടെ കടുത്ത പ്രതിഷേധം വകവയ്ക്കാതെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു. ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമല്ലേ? മാറ്റൊലിക്ക് ഈ വിഷയത്തിൽ ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. പിണറായി വിജയൻ സർക്കാർ PM ശ്രീ പദ്ധതിയിലൂടെ ഒപ്പുവെക്കുന്നതിലൂടെ സ്വന്തം മുന്നണിയിലുള്ള CPIയോട് കാണിച്ചത് കടുത്ത മുന്നണിയുടെ മര്യാദയുടെ ലംഘനമാണ്. ഒരേ മുന്നണിയിൽ തുടരുന്ന 2 ഇടതുപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ സംഘപരിവാർ വിരുദ്ധ നയമുണ്ടെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPMഉം ആ CPM ആ നയത്തിന് വിരുദ്ധമായി സ്വന്തം മുന്നണിയിൽപ്പെട്ട CPIയുടെ എതിർപ്പ് വകവയ്ക്കാതെ തങ്ങൾ പറയുന്ന ദേശീയ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ടയോടുകൂടി ചേർന്ന് പോകുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, CPI മുന്നണിയിലുണ്ടെങ്കിലും ഇടതുപക്ഷം ഇപ്പോൾ മുന്നണിയിലില്ലാത്ത BJPയുടെ കൂടെയാണെന്നാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. CPI ഇവരുടെ അവഗണനയിൽ ഇനിയും തുടർന്ന് പോകേണ്ടതുണ്ടോ എന്ന് അവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അവർ ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സുസ്ഥിര ഊർജ പരിവർത്തനത്തിൽ കേരളത്തെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രാജ്യത്തെ പൊതുമേഖലാ വൈദ്യുതി വിതരണത്തിന് ഭീഷണിയാകുമെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തലെന്നും മന്ത്രി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ വകുപ്പിൻ്റെ പവർഫുൾ കേരള സംസ്ഥാനതല സെമിനാർ. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. കാർഷിക മേഖലയെ വിസ്മരിച്ചാൽ വികസനമില്ല. അനങ്ങനടിയിൽ നവീകരിച്ച സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം. ഒറ്റപ്പാലത്തെ നാട്ടുപച്ച കാർഷിക മഹോത്സവം. സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിലൂടെ 4.5 ലക്ഷത്തിലേറെ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായെന്ന് മന്ത്രി MP രാജേഷ്. 1.5 ലക്ഷത്തോളം ലൈഫ് ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി. പുതുശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്തൃ കുടുംബസംഗമവും. മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവനയെ തള്ളി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. എലപ്പുള്ളി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശം അനുചിതം. സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത വിവേക്ദാസിന്റെ വീട്ടിൽ നിന്ന് നിരവധി RC ബുക്കുകളും മറ്റ് സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. മറ്റൊരു പ്രതി പ്രഹ്ലേഷിന്റെ വീട് പൂട്ടിയിട്ട നിലയിൽ. ഒളിവിലായ ഇരുവരെയും കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. തൃശൂർ ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. PM ശ്രീ വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന പദ്ധതിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്തെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. നാണമുണ്ടെങ്കിൽ CPI ഇടതുമുന്നണി വിടണമെന്നും സംയുക്ത സമരത്തിന് AYFനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനീഷ്. വിഷയത്തിൽ SFI നിലപാടെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെന്നും OJ ജനീഷ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി KSU. തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ പൂട്ടിയിട്ടു.
അനങ്ങനടി പഞ്ചായത്തിൽ UDFൽ പൊട്ടിത്തെറി. UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ലീഗ് അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP വനജയെ. വലിയ ഗൂഢാലോചന നടന്നെന്ന് CP വനജ. ഭാരതപ്പുഴയിലെ കോട്ടായി മുട്ടിക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള 6ാം ദിവസത്തെ തെരച്ചിലും വിഫലം. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനത്തിന് മുൻപ് പ്രധാന പന്തൽ തകർന്നു വീണു. സംഭവ സമയത്ത് വേദിയിലും പന്തലിനു താഴെയും ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തകർച്ചയ്ക്ക് കാരണം പന്തലിന് മുകളിലെ ഷീറ്റിൽ മഴവെള്ളം തളം കെട്ടിയതെന്ന് സംഘാടകർ. തൃശൂരിൽ കനത്ത മഴയിൽ ബണ്ട് തകർന്ന് വ്യാപക കൃഷിനാശം. പറപ്പൂർ പോണോർത്താഴ പടവിൽ 265 ഏക്കർ നെൽകൃഷി നശിച്ചു. നടാൻ കരുതി വച്ചിരുന്ന ഞാറും വെള്ളത്തിനടിയിൽ. ഷൊർണൂർ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് തുടക്കം. പരുത്തിപ്പുറയിൽ 3 നില കെട്ടിടത്തിൽ ഒരുക്കുക 18 വീടുകൾ. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.